കുടുംബാംഗങ്ങളുമായിട്ടുള്ള മന്ത്രിയുടെ സന്ദർശനം അത് തീർത്തും സങ്കീർണമായിട്ടുള്ള സംഘർഷാവസ്ഥയിലാണ് സന്ദർശനം, ആ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. കുടുംബവുമായി എന്ത് കാര്യമാണ് സംസാരിച്ചത്, അവർക്ക് എന്തൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്, കുടുംബാംഗങ്ങൾ ആരാണ് ഇംതിയാസിനൊപ്പം ഉള്ളത്, അവരെന്ത് പറയുന്നു? അക്ഷയ, അല്പസമയം മുൻപ് മാത്രമാണ് ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് ഇവിടം വിട്ടത്. വളരെയേറെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവരുടെ കുടുംബാംഗം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മന്ത്രി സംസാരിച്ചോ? നമ്മളോട് നേരിട്ട് പറഞ്ഞതാണ്. കാണുന്നവാട് ഈ നരഭോജിയായ കടുവനെ ഷൂട്ട് ചെയ്യുന്നതിന് ഓർഡർ ഗവൺമെന്റ് ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ്. ആ തീരുമാനമാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നരഭോജിയായ കടുവ വെടിവെച്ച് കൊല്ലം തന്നെ കൂട് വെച്ച് പിടിക്കാതെ മയക്ക് വെടിവെച്ച് കൊണ്ടുപോകാതെ വെടിവെച്ച് കൊല്ലം തന്നെ ഓർഡർ വാങ്ങിയിട്ടാണ് മന്ത്രി ഇവിടെ വന്ന് കുടുംബാംഗങ്ങൾക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. ഉറപ്പ് തന്നിരിക്കുന്നു. എന്റെ കയ്യിൽ തന്നെ മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. രാധ മരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശ്വാസ വാക്കുകളൊക്കെ മന്ത്രി പറഞ്ഞു? പറഞ്ഞു വെച്ചാൽ അവര് പിന്നെ ജോലിയൊക്കെ കൊടുക്കണം മക്കൾക്ക്. 2 മക്കളല്ലേ, അവർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ അവിടെ കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ ചോദിച്ച മന്ത്രിയുടെ അടുത്ത്? എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടെ? മന്ത്രിന്റെ അടുത്ത് നമ്മൾ ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ കടുവയെ കൊല്ലണം, കടുവയെ കൊല്ലണം, വിട്ടു കൊടുക്കരുത്, കൊല്ലണം കടുവനെ കൊന്നാലേ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ പുറത്ത് ഇനി ആൾക്കാർക്ക് ജീവിക്കണ്ടേ? ഈ കടുവയെ കൊല്ലണമെന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിയോട് ആവശ്യപ്പെട്ടു അല്ലേ? ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞു ഇത്രേ ഉള്ളൂ, കടുവയെ സാന്നിധ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ഓർഡർ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ കുടുംബത്തിലൊരാൾക്ക് ജോലി, തീരുമാനം സ്ഥിരമായ ജോലി തീരുമാനം ഇവിടെ തന്നിട്ട് തന്നെയാണ് പോയത്. ഘട്ടത്തിൽ 5 ലക്ഷമാണല്ലോ ധനസഹായമായി നൽകിയത്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ബാക്കി സംസാരിച്ച് ചെയ്യാമെന്ന് കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷയ, അത് തന്നെയാണ്. കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസുമായി ചേർന്നത്. അവർ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന കാര്യം അവർ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മന്ത്രി അതിനോട് നേരത്തെ നമ്മൾ മാതൃഭൂമിയിലും ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു. അതായത് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതുമാത്രവുമല്ല, ധനസഹായം, അതായത് കുടുംബത്തിലെ ഒരാൾക്ക് ജോലി, ആ ജോലി ഉറപ്പായിട്ടും ആ രീതിയിൽ തന്നെ നൽകുമെന്ന ഒരു ഉറപ്പും കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ ഈ 11 ലക്ഷം രൂപയിൽ ആദ്യം തൃപ്തരാണോ കുടുംബാംഗങ്ങൾ? മന്ത്രിയുടെ സമാധാന വാക്കുകളും ആശ്വാസ വാക്കുകളും അതിനൊക്കെ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അനുകൂലമാണോ? അവർ അനുകൂലമായിട്ട് തന്നെയാണ് അക്ഷയ നമ്മളോട് സംസാരിച്ചത്. കാരണം അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഇത്തരത്തിൽ കടുവ നാട്ടിലിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, അതിനെ വെടിവെച്ച് കൊല്ലണം. ആ രീതിയിൽ തന്നെയാണ് അവർ മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിലൊരു ഉറപ്പ് മന്ത്രി അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ധനസഹായവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത് 5 ലക്ഷം രൂപയാണ്. ബാക്കി തുകയും ഉടനെ തന്നെ നൽകുമെന്ന ഒരു ഉറപ്പും കൊടുത്തിട്ടാണ് മന്ത്രി ആശ്വാസവാക്ക് പകർന്നുകൊണ്ടാണ് ഇവിടെ നിന്നും പോയത് എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. അതായത് കുടുംബാംഗങ്ങൾ ഏതായാലും മന്ത്രിയുമായി സംസാരിച്ചതിൽ തൃപ്തരാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാവുന്ന കാര്യം. പക്ഷേ മന്ത്രി ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം നമ്മൾ വലിയ രീതിയിൽ തന്നെ കണ്ടു. ഇപ്പോൾ മന്ത്രി ആ പ്രതിഷേധത്തിനിടയിലും, അതായത് വലിയ പ്രതിഷേധമായിരുന്നു, ഈ റോഡൊന്നാകെ മന്ത്രിയുടെ വാഹന വ്യൂഹം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വളരെ പണിപ്പെട്ടാണ് മന്ത്രിക്ക് ഇങ്ങോട്ടേക്ക് എത്താനായത്. അതിനുശേഷം ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന്റെ അകത്തേക്ക് മന്ത്രി കയറുന്നു. അങ്ങനെ ആ കുടുംബാംഗങ്ങളുമായി ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചതിന് ശേഷമാണ് മന്ത്രി പുറത്തിറങ്ങിയപ്പോഴും മാധ്യമങ്ങൾ 1-2 കാര്യങ്ങളൊക്കെ മന്ത്രിയോട് ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മന്ത്രിക്ക്, പക്ഷേ ആ പ്രതിഷേധത്തിനിടയിൽ മന്ത്രി ഒന്നിനും തയ്യാറാകാതെ പോലീസ് സുരക്ഷയിൽ തന്നെ ആ വാഹനത്തിൽ കയറി ഇവിടം വിട്ട് പോവുകയായിരുന്നു.